നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സാർ ഒന്ന് വേഗം വന്നാൽ മതി. ഞങ്ങൾ ഇവിടെ അടുത്തുണ്ട്. ഒരു 10 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ അവിടെ എത്തും. അവനെ തൊണ്ടി മുതൽ സഹിതം പിടിച്ചാൽ മാത്രമേ അവൻ രക്ഷപ്പെടാതിരിക്കൂ. സാർ, സാറ് വരുന്നവരെ അവനെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ സേതു, ഞങ്ങൾ ഉടനെ എത്തും. ശരി, ഓക്കെ. എടാ ഭരതേ, എനിക്ക് പോയിട്ട് അത്യാവശ്യമുള്ളതാ. എത്ര താമസിച്ചാലും ഞാൻ ആ പാർസലും കൊണ്ടേ പോവും. അതുകൊണ്ട് നിന്റെ നമ്പരൊന്നും എൻ്റെ അടുത്ത് വേണ്ട. നിന്നെ ഞാൻ എവിടേക്കാ പറഞ്ഞയക്കാൻ പോകുന്നതെന്ന് നോക്കിക്കോടാ. എത്തേണ്ടവർ ഇപ്പോൾ എത്തിക്കോളും. സർ, ഇയാളാ മൈക്കിള്. ഭരത്തിനെ നിയമവിരുദ്ധമായി പല കാര്യങ്ങളും ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഇയാളാണ് സർ. ഇയാള് കാരണം ഇപ്പൊ എന്റെ മോന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാ. നീ എന്തിനൂടെ വന്നേ? എന്താടാ ചോദിച്ച കേട്ടില്ലേ? ഞാൻ ഭരത്തിനെ കാണാൻ വന്നതാ. ഭരതേ, നീ എവിടാ? എടാ, എന്താണ് എത്ര താമസിക്കുന്നത്? നീ എടുത്തോണ്ട് വാ. പോലീസ് ഒന്നും തോന്നുന്നു. നീ ഇവിടെ ഒരു കാര്യം, നീ ഇവിടെ നിൽക്ക്. ഞാൻ അങ്ങോട്ട് പോകാം. ഇവിടെ നിൽക്ക്. നമസ്കാരം സാർ. എടോ, താനൊന്നും ഇവിടെ സാധനം ഇതാ. എടോ, താനെ തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നത്? താനെ പിടിക്ക്, പിടിച്ചോ. ഇനി ഇതിന്റെ പേരിൽ അവന്റെ പിന്നാലെ അങ്ങനെ വന്നാല് പിന്നെ എന്റെ കൈ കൊണ്ടായിരിക്കും തന്റെ അവസാനം. എന്താണോ ഇത്? അത് പറയടാ. കൊള്ളാം. അവസാനം തുണ്ടി മുതലോടുകൂടി തന്നെ എന്റെ കൈ കിട്ടി. ഇനി താൻ രക്ഷപ്പെടുന്ന എനിക്കൊന്ന് കാണണം. പറയ്, തനിക്കിത് എവിടെന്നാ കിട്ടിയത്? എന്തിനായത് ഭരത്തിന് കൊടുത്തത്? പറയണോ? സാർ, ഭരത്തിനെ ഭീഷണിപ്പെടുത്തി ഇടനിലക്കാരനായിട്ട് നിർത്തിയാൽ മയക്കുമരുന്ന് ബിസിനസ് നടത്തുമായിരുന്നു. അല്ല സാർ, തന്നോട് ചോദിച്ചില്ല. ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. ഇങ്ങോട്ട് മാറിക്കണോ? ഇങ്ങോട്ട് മാറിക്കണോ? ഇയാളെ വിടരുത്. സേതു, ഭരത്തവിടെ? അകത്തുണ്ട് സാർ. ഞാൻ ഭരത്തിനൊന്ന് കാണണ്ടേ. ഭരതേ, എന്തായി കേൾക്കുന്നേ? ഇത് എത്ര വലിയ ക്രിമിനൽ കുറ്റമാണെന്ന് അറിയോ? അറിയാം സാർ. അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി ട്രാപ്പിലാക്കിയിരിക്കുകയായിരുന്നു സാർ. സേതു എല്ലാം എന്നോട് പറഞ്ഞു. സാർ, ഇനിയിപ്പോൾ എന്താ സാറേ ചെയ്യേണ്ടത്? സാർ, ഇവന് ഏത് സമയം ഓർഡർ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവിടിപ്പോ മൈക്കിളിന്റെ മാത്രം കസ്റ്റഡിയിലെടുക്കാൻ പറ്റില്ല സേതു. അയാൾ ഇവിടെ എന്തിനു വന്നാന്ന് ബോധ്യപ്പെടുത്തേണ്ടി വരും. ഒടുവിൽ കേസ് വഴിമാറിപ്പോ. ഇതൊരു ഫാമിലി അല്ലേ? എന്നാ പിന്നെ ഞാൻ വരാം സാർ. ഞാൻ കാരണം എൻ്റെ കുടുംബത്തിന് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവരുത്. സാർ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? എന്താ സാർ? മൈക്കിൾ വന്ന് എന്നെ കാണാനെന്ന് പറഞ്ഞാൽ പോരെ? അവനെ രക്ഷിക്കണം സാർ. അതൊന്നും വേണ്ട സേതോട്ടാ.
മൈക്കിൾ എന്റെ പേരെ പറയൂ. അവനെ വിട്ടേക്ക്. നീ ഉണ്ടായിരിക്കും. അവൻ ഇനി എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. സേതുവിനെ കസ്റ്റഡിയിലെടുത്താൽ അത് ഫാമിലിയിൽ പ്രോബ്ലം ആവത്തില്ലേ? ഇല്ല സാർ, ഞാൻ വൈഫിനോട് അമ്മയോട് സംസാരിക്കാം. ഓക്കെ, എന്നാൽ അവരെയും കൂടെ വിളിച്ച് സംസാരിക്കും. നമുക്ക് എന്താ വേണ്ടെന്ന് ആലോചിക്കാം. അമ്മേ, മായേ, എന്താ സേതു? സാറെന്താ പറഞ്ഞേ? അമ്മേ, സാറ് പറയുന്നതാണെങ്കിൽ ഭരത്തിനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും. ഈശ്വര, അതെങ്ങനെ? അപ്പോ ഇവനെതിരെ കേസാവില്ലേ? ഇവന്റെ ഭാവി പോകത്തില്ലേ? അതെ, അതറിയാവുന്നതുകൊണ്ട് ഞാനൊരു കാര്യം സാറിനോട് പറഞ്ഞു. ഭരത്തിന് പകരം ഞാൻ പോകുന്നു. അതെന്തിനാ? അങ്ങനെയൊന്നും വേണ്ട. അമ്മ, ഞാൻ പറയുന്നത് കേക്ക്. രണ്ടിലൊരാൾ ഈ കേസ് ഏറ്റെടുത്തില്ലെങ്കിൽ മൈക്കിൾ ഇവിടെ എന്തിനു വന്നെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അറിയാലോ, പിന്നെ എന്താവും ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അമ്മ. ഇതാവുമ്പോ സാറിന് കാര്യങ്ങളൊക്കെ മനസ്സിലായതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ സാറ് നോക്കിക്കൊള്ളും. അല്ലാതെ ഇനി മറ്റൊരു മാർഗമില്ല. സേതുട്ടാ, ഞാൻ കാരണം ഏട്ടൻ എന്തിനാ വെറുതെ കുറ്റം ഏറ്റെടുക്കുന്നത്? നീ ധൈര്യമായിട്ടിരിക്കുക. ഇന്നത്തോടെ ഇതിന്റെ അവസാനം ഉണ്ടാവണം. അമ്മ, ഇപ്പൊ ഭരത്തിനെ വിട്ടുകൊടുത്താൽ പിന്നെ ഒരിക്കലും പിന്നെ ഇവന് ഡിപ്പാർട്ട്മെന്റിൽ ഒരു സ്ഥാനം കിട്ടത്തില്ല. ഇവന്റെ ജീവിതം തന്നെ പോവും. അതുകൊണ്ട് ഞാൻ മറ്റൊന്നും ആലോചിക്കുന്നുണ്ട്. സേതു മോനെ, നീ മക്കളെ, സേതു തെറ്റും ചെയ്തിട്ട് ന്യായം പറയുന്നു. പിടിച്ചോണ്ടാ വണ്ടി കയറ്റ്. ഈ വണ്ടി സ്റ്റേഷനിലേക്ക് എടുക്കും. സേതു വാ. സേതു, സേതുട്ടാ, മോനെ. അമ്മക്കറിയാതെ പോയിട്ട് വരാം. ചെല സേതു വാ. മോനെ, ഗായത്രി ആണല്ലോ. ആ, എന്താ ഗായത്രി? ഏട്ടാ, ഏട്ടാ, ഇവിടെ ഒരു പ്രശ്നം നടന്നു. സേതുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയി. സേതുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു? എന്തിന്? ആരാ? ഗായത്രി. അയ്യോ, ഭരത്തിനെ രക്ഷിക്കാൻ വേണ്ടി കുറ്റം സേതു ഏറ്റെടുത്തത്. സ്പീക്കറിലിട്. നീ എന്തൊക്കെയാ ഗായത്രി പറയുന്നത്? എന്താ അവിടെ നടന്നത്?
ഭരത്തിനെ അറസ്റ്റ് ചെയ്താൽ അവന്റെ ഭാവി പ്രശ്നമാവുമല്ലോ എന്ന് കരുതിയ സേതു കുറ്റം ഏറ്റെടുത്തത്. സേതു കാണിച്ചത് മണ്ടത്തരമാണ് ഗായത്രി. ആ മൈക്കിളിനെ തന്നെ കുറ്റക്കാരനാക്കിയാൽ മതിയായിരുന്നു. ഇതിപ്പോ മയക്കുമരുന്ന് കേസാ ഗായത്രി, സൂക്ഷിക്കണം. എനിക്കിതൊന്നും അറിയത്തില്ല ഏട്ടത്തി. എനിക്ക് സേതുവിനെ കുറ്റപ്പെടുത്താനും തോന്നുന്നില്ല. സേതു ചെയ്തത് നല്ല കാര്യം തന്നെയാ. പിന്നെ അവനാണല്ലോ പോലീസിനെ വിളിച്ചു വരുത്തിയത്. അതുകൊണ്ട് ആ പോയിന്റ് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ നോക്കാം. അല്ല, മായ എന്ത് പറയുന്നു ഗായത്രി? മായ അവള് സേതുവിന്റെ ഭാഗത്ത് തന്നെയാ ഏട്ടത്തി. പാവം, അവളും ഭരത്തിനെ രക്ഷിക്കാൻ തന്നെയാ ശ്രമിച്ചത്. ഇതൊക്കെ ഭരത് കാണുന്നുണ്ടല്ലോ അല്ലേ? അവനും അരുന്ധതി എല്ലാം കാണുന്നുണ്ടായിരുന്നു. ഇവൻ ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ മതിയായിരുന്നു.